ഒരു പാരന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ മാനസികാരോഗ്യത്തിൽ അല്ലെങ്കിൽ അവന്റെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവും. അവൻ ഓടി നടക്കുന്ന അല്ലെങ്കിൽ ബഹളം വെക്കുന്ന, കരയുന്ന, ചിരിക്കുന്ന ഒരു അഴിച്ചുവിട്ട പട്ടം പോലെ ആയിരിക്കും കുട്ടികൾ. അവർക്ക് അവരുടെ ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നേച്ചറിൽ അവർക്കൊരു വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അതായത് എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഗ്ലൂമി ആയി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എപ്പോഴും വഴക്കടിക്കുന്ന, നമ്മൾ വഴക്കാളി എന്നൊക്കെ പറയുന്ന ഒരു കുട്ടി, പെട്ടെന്ന് അവന് അത്ര വഴക്കൊന്നും അടിക്കുന്നില്ല, പാരന്റ്സ് കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞാലും അവനൊന്നും മിണ്ടാതെ തിരിച്ചു പോയിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവൻ എന്ത് സ്റ്റേജിലാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് അവൻ എന്ത് സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കുന്നു ആ സമയം എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കണം. അതൊരിക്കലും ഓക്കെ എന്റെ കുട്ടി കുറച്ചുകൂടെ മെച്യൂർഡ് ആയിപ്പോയി അതുകൊണ്ട് അവൻ ഒതുങ്ങി നടക്കുന്നു എന്ന് ചിന്തിക്കരുത്. കുട്ടികൾക്ക് അത്രയും മെച്യൂരിറ്റി മനസ്സിലാക്കി മാറാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചേഞ്ചസ് പാരന്റ്സ് എപ്പോഴും നോട്ട് ചെയ്യണം. അതിനെപ്പറ്റി കുട്ടിയോട് സംസാരിക്കുകയും വേണം.